നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ. 11 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഈ മാസം 17-ന് തുടക്കമാകും. പൂരാഘോഷങ്ങൾക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ക്ഷേത്രം. വള്ളുവനാടിന്റെ പൂരാഘോഷങ്ങൾക്ക് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറച്ചാർത്ത് നൽകിയാണ് അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് പൂരം ശ്രദ്ധ നേടുന്നത്. 11 ദിവസം അങ്ങാടിപ്പുറത്തെ ഉത്സവ ഛായയിൽ നിറയ്ക്കുന്ന അങ്ങാടിപ്പുറം പൂരത്തിന് മാർച്ച് 17-ന് തുടക്കമാകും. പൂരത്തോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. 2-ാം പൂര ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയ്ക്ക് മാന്ധാദ്രി പുരസ്കാരം സമർപ്പിക്കുമെന്ന് ക്ഷേത്രം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണുഗോപാൽ പറഞ്ഞു. 16-ന് രോഹിണിപ്പാട്ട്, തുടർന്നങ്ങോട്ട് പൂര ദിവസങ്ങളാണ്. ഇത്തവണത്തെ പൂരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ മാന്ധാദ്രി പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അല്ലെങ്കിൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക, കേരളത്തിൻ്റെ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട KS ചിത്രയാണ്. ആരാധ്യയായ KS ചിത്ര ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വരുന്നു എന്ന് തന്നെ സത്യത്തിൽ ഈ സമ്മാനിതമാവുന്ന ഒരു സവിശേഷ സാഹചര്യമാണ്. തിരുമാന്ധാംകുന്നിലേക്ക് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഈ പ്രിയ ഗായികയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാർ ഈ ഉത്സവത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ തിരുമാന്ധാംകുന്ന് പൂരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത 11 ദിവസം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ 21 ആറാട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൊട്ടിയിറക്കങ്ങളും കൊട്ടിക്കയറ്റങ്ങളും ഒക്കെ തന്നെ ഭക്തജനങ്ങൾ വളരെ ഭക്ത്യാദരപൂർവ്വം വീക്ഷിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഇത്തവണ കേരളത്തിലെ പ്രമുഖരായ ഗജവീരന്മാരാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതിനായിട്ട് വരുന്നത്. ആഘോഷങ്ങൾക്കുപരി അനുഷ്ഠാനങ്ങൾക്കാണ് എന്നും അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ പ്രാധാന്യം നൽകുന്നത്. ഭഗവാനും ഭഗവതിക്കും ഒരേ സമയത്ത് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഭഗവതിക്ക് പടഹാദി, ധ്വജാദി, അങ്കുരാദി എന്നിങ്ങനെ 3 വിധത്തിൽ 11 ദിവസത്തെ ചടങ്ങുകളോടെയും ഭഗവാന് ധ്വജാദി മുറയിൽ 6 ദിവസത്തെ ചടങ്ങുകളോടെയുമാണ് ഉത്സവം നടക്കുന്നത്. 8-ാം പൂര ദിവസം ഭഗവാനും ഭഗവതിക്കും ഒരേ സമയം ആറാട്ട് നടക്കുന്നതും ഭക്തിയേറ്റുന്ന കാഴ്ചയാണ്. അതാണ് പുറപ്പാടാണ് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ദിവസം. പിന്നെ അന്ന് ചടങ്ങ് തുടങ്ങായി, അന്നും ആറാട്ടിൻ്റെ തുടക്കത്തിൽ. പക്ഷേ ഇവിടെ കൊടിയേറുന്നത് 1-ാം പൂരത്തിനല്ല, മറ്റൊരുത്ത കൊടിയേറിയിട്ടല്ല, ഇത് കൊടിയേറുന്നത് 3-ാം പൂരത്തിനാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. 3-ാം പൂര ദിവസമാണ് കൊടിയേറ്റം. അന്ന് ശിവനും ഭഗവതിക്കും കൊടിയേറും. അത് കഴിഞ്ഞ ശേഷം ശിവന് ഒരു ദിവസം മാത്രമേ ആറാട്ടുള്ളൂ. മറ്റുള്ള പോലെ തന്നെ ശിവൻ്റെ ആറാട്ട് 8-ാം പൂര ദിവസം. അതാണ് മറ്റൊരു പ്രത്യേകത. അന്ന് 2 ദേവനും ദേവിയും ഒരേ സമയം എഴുന്നള്ളുന്ന, അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അത് ശിവനും ഭഗവതിയും ഒന്നിച്ചിടങ്ങുന്ന ആറാട്ട്. അതാണ് പിന്നെ സവിശേഷത. പൂരനാളുകളിൽ വിവിധ ദേശങ്ങളിൽ നിന്നും തിരുമാന്ധാംകുന്നിലമ്മയുടെ ദർശനം തേടി ഭക്തരെത്തും. പൂരം പുറപ്പാട് ദിവസം ക്ഷേത്രത്തിലെത്തി തൊഴുതാൽ 1 വർഷത്തെ ഫലസിദ്ധിയെന്നാണ് വിശ്വാസം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.